ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിഗോണിയ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ രീതി, അതുപോലെ തന്നെ എന്തെല്ലാം ഫെർട്ടിലൈസർ ആണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. 1000-ൽ കൂടുതൽ സ്പീഷീസ് ഉള്ളതാണ് ബിഗോണിയ പ്ലാന്റ്. അതിൽ 123 വെറൈറ്റീസിലുള്ള ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇപ്പം നിലവിലുള്ളത്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് ചിങ്ങം 1. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നല്ല വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം കൂടി നേരത്തെ തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ സുന്ദരമായ പൂന്തോട്ടമാണിത്. കണ്ടല്ലോ, മഴക്കാലമായിട്ടും നമ്മുടെ പൂന്തോട്ടം നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ആ മഞ്ഞക്കോളാമ്പി ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന മാറ്റം കണ്ടോ? നല്ലൊരു ബൊക്കെ പോലെയാണ് പൂക്കളുണ്ടായി നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ അതുപോലെ മനോഹരമായിട്ട് നമുക്ക് മഴക്കാലത്ത് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും നിങ്ങൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള നിങ്ങളുടെ വീട്ടിലുള്ളതുമായിട്ടുള്ള ചെടിയായിരിക്കാം. എങ്കിലും ആ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ ഒന്നും നന്നായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നിറയെ പൂക്കൾ തരും ആ ചെടി. അപ്പോൾ ആ ചെടിയുടെ വിശേഷമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാടൻ ബിഗോണിയ. നമ്മുടെ നാടൻ ബിഗോണിയ എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും വലിയ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഒത്തിരി ബിഗോണിയാസ് ഇലകളുടെ ഭംഗി കൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. അപ്പോൾ ഒത്തിരി വില കൊടുത്ത് നമ്മൾ ഇലകളുടെ ഭംഗി കണ്ട് ആ ചെടികൾ നമ്മൾ തോട്ടത്തിൽ വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൂന്തോട്ടം നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള നാടൻ ബിഗോണിയ ചെടി ഉണ്ടെങ്കിൽ ഒരു ഇതൾ നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ഒത്തിരി ചട്ടികളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഒരു ചെറിയ കമ്പാണ്, ബിഗോണിയയുടെ ഒരു കമ്പാണ്. ഇപ്പോൾ ഇതേപോലെ നിറച്ച് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണെന്ന് പങ്കുവയ്ക്കുന്നത്. ഇതെങ്ങനെയാണ് ബുഷിയായിട്ട് ഇതേപോലെ പൂക്കളുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവാനായിട്ട് ഞാൻ ചെയ്ത ചെറിയ ചെറിയ ടിപ്സ്. വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കിതുപോലെ ഫ്ലവറിങ് വരുത്താം. അതുപോലെ ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചെടികൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടല്ലോ, ഇത്രയും മനോഹരമായിട്ട് കണ്ടോ? നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ സീസണിലുള്ള ചെടികളായിരിക്കണം നമ്മൾ തോട്ടത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. കണ്ടല്ലോ, കാക്കപ്പൂവ്, അതുപോലെ ഇതുപോലെയുള്ള ബിഗോണിയ, ചൈനീസ് ബാൽസം, ഇതൊക്കെ മഴക്കാലത്ത് നിറച്ച് പൂക്കൾ തരുന്ന ചെടികളാണ്. അതുപോലെ നമ്മുടെ കൊങ്കിണി, അതായത് സുന്ദരിപ്പൂ എന്നൊക്കെ പറയുന്ന ചെടി, ഇതൊക്കെ എപ്പോഴും വേനൽ അല്ലെങ്കിൽ വർഷക്കാലം എന്നുള്ള ഒട്ടും വ്യത്യാസമില്ല, എപ്പോഴും പൂണ്ടായി നിൽക്കൂട്ടാം. അപ്പോൾ ഈ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. ഒരു കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ചില കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ അത് ഓർക്കുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഈ ചെടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. കണ്ടല്ലോ, നിറച്ച് ഇതുപോലെ പൂക്കൾ തരുന്ന ബിഗോണിയാണ്. നമുക്ക് എന്താ പറയുക, വേറെയും പൂക്കളുണ്ടാകുന്ന ബിഗോണിയാസ് ഉണ്ട്, പക്ഷെ ഇത്രയും കൂടുതൽ പൂക്കളുണ്ടായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ പൂക്കളുണ്ടാകുന്ന ബിഗോണിയ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ആ ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തമാക്കും. അത്ര അധികം ഭംഗിയാണ്. ദിവസങ്ങളോളം നിന്നോളും ഈ പൂക്കൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ നടാനായിട്ട് ഈ ചെടിയുടെ കമ്പാണ് എടുക്കുന്നത്. നമ്മളിത് പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു കൊമ്പ് ഒടിച്ചെടുക്കുക. ഇനിയിപ്പോൾ പൂക്കൾ നിറച്ചുണ്ടെന്ന് ഇത് കുഴപ്പമൊന്നുമില്ല. പൂക്കളില്ലാത്ത കൊമ്പുകളായാലും കുഴപ്പമില്ല കേട്ടോ. പൂക്കളുള്ള കൊമ്പുകൾ കൊഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് വീണ്ടും ഇലകൾ പൊട്ടും, വേറെ കമ്പുകൾ വരും. അപ്പോൾ നമുക്കത് ബുഷിയായിട്ട് നിൽക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏത് കമ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും പൂക്കളുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ഇച്ചിരി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊമ്പ് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതെ, ഇതുപോലെ ഒടിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇതുപോലത്തെ കമ്പുകൾ എടുക്കാം. കുറച്ച് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നടാനായിട്ട് പറ്റിയ രീതിയിലുള്ള കമ്പുകൾ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കാം. കണ്ടോ, പെട്ടെന്ന് ഒടിച്ചെടുക്കാവുന്ന കമ്പുകളാണ്. അപ്പോൾ ഈ കമ്പുകളാണ് ഞാൻ നടാൻ പോകുന്നത്.
നമുക്ക് എന്താ പറയുക പെട്ടെന്ന് മുളച്ച് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഈ ചെടിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇത് പിടിച്ച് കിട്ടുമോ എന്നുള്ളതൊരു വിഷമമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലത്തെ 1, 2, 3 നമ്മളൊരു ചട്ടിയിൽ 3 കമ്പൊക്കെയാണ് ഞാൻ നടാൻ പോകുന്നത്. അതാണ് ഇതുപോലെ ബുഷിയായിട്ട് വരാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 3-4 കമ്പുകൾ എടുത്തു. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ നടുന്ന പൊട്ടി മിശ്രിതവും നടുന്ന രീതി ഒന്ന് കാണാം. നമ്മൾ ഈ ബിഗോണിയ നടാൻ വേണ്ടിയിട്ടേ നമ്മുടെ സാധാരണ സോയിൽ നമ്മുടെ തൊടിയിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ നമുക്ക് കിട്ടുന്ന മേൽമണ്ണുണ്ടല്ലോ, മണൽ ചേർന്ന ഇങ്ങനെ ഇളകി കിടക്കുന്ന മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ആകെ ചേർക്കുന്നത് കുറച്ച് കൊക്കോപ്പീറ്റാണ്. ഈ കൊക്കോപ്പീറ്റ് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗോണിയ ഉണ്ടല്ലോ, ബിഗോണിയുടെ തണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഭയങ്കര പെട്ടെന്ന് തന്നെ ഇത് വെള്ളം കൂടിയാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ജൈവവളങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഈർപ്പം നിറഞ്ഞ തണ്ടാണ് ഇതിനകത്ത്, കൂടുതൽ ഈർപ്പമുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ വളത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഇത് നട്ട് നന്നായിട്ട് ഇത് വാട്ടൊക്കെ മാറി ഉഷാറായെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ലിക്വിഡായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതേപോലെയുള്ള തണ്ട് നമ്മളിതുപോലെ മണ്ണും നമ്മുടെ ചകിരിച്ചോറ് മാത്രമുള്ള ഇതിലേക്ക് ഒരു പോട്ടിംഗ് മിശ്രിതം, അതായത് സാധാരണ മണ്ണും ചകിരിച്ചോറും വെറുതെ നമ്മളിതാ പറയുക ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നട്ടെടുക്കാൻ പറ്റിയ. ചാർലി അതിൻ്റെ ഇടയിൽ വന്ന് ഇപ്പോൾ വീഡിയോ എടുത്താലും നമ്മുടെ ചാർലിക്ക് അതൊക്കെ ഒന്ന് കാണണം. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അവനറിയാം ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുകയാണെന്ന്. അപ്പോൾ അവന് വരും. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ സാധാരണ മണ്ണും ചകിരിച്ചോറും മാത്രമുള്ള മിശ്രിതത്തിലേക്കാണ് ഇപ്പോൾ ഈ ബിഗോണിയ നട്ടിടുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് നമ്മുടെ നല്ല രീതിയിൽ ഒന്ന് ഇതാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റ് ഒരെണ്ണമല്ല ഒരു 3 എണ്ണമെങ്കിലും ഞാനിതിനകത്ത് നട്ടുവയ്ക്കും. ഇതുണ്ടോ, ഇതുപോലെ ഒരു 3 കമ്പ് 4 കമ്പ് നമ്മളിതുപോലെ നട്ടുവെച്ചാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം നല്ല ബുഷിയായിട്ട് ശാഖകൾ വരും. അപ്പം നടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ ഇലകൾ കുറച്ച് നമ്മുടെ മണ്ണിലേക്ക് മുട്ടാത്ത രീതിയിൽ കുറച്ച് കളയണം കേട്ടോ. എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നതും തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർഫെക്ഷൻ കുറച്ച് കുറവായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് അത് ശ്രദ്ധിച്ച് ഇതുപോലെ നല്ല രീതിയിൽ നടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ചട്ടിയുടെ വലിപ്പം അനുസരിച്ച്, വലിയ ചട്ടിയാണെങ്കിൽ 3-4 കമ്പ് കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ 3 എണ്ണം മതിയാകും. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇത് പിടിച്ച പോലെ നമുക്ക് ഈ ഇലകളൊക്കെ വാട്ടൊക്കെ നിന്ന് അധികം വാടി പോകില്ല, അല്ലാതെ തന്നെ പിടിച്ച് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. അധികം വെള്ളം വേണ്ട, മണ്ണ് നനയാവുന്നുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നട്ടിട്ടാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് മുളച്ച് പൊന്തും കേട്ടോ. മുളച്ച് പൊന്തല്ല, നല്ല രീതിയിൽ കരുത്തായിട്ട് വരും. അതുപോലെ ഞാനൊരു കാര്യം കൂടി ഒന്ന് പറയാൻ വിട്ടുപോയി. നമ്മുടെ മണ്ണിൽ നമുക്ക് കുറച്ച് സാഫ് ചേർക്കുന്നത് നല്ലതാട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ സാഫ് അവൈലബിൾ അല്ല, ഉണ്ടായതെല്ലാം തീർന്നു, ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് സാഫിൻ്റെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചകിരിച്ചോറ് ചേർത്ത പോലെ ഒരു സ്പൂൺ ഈ ചട്ടിയിലേക്ക് എന്നുള്ള രീതിയിൽ ഒരു സ്പൂൺ സാഫും കൂടി ചേർത്തോളൂ. കാരണം പെട്ടെന്ന് ഈ ചില ചെടികൾക്കൊരു എന്താ പറയുക പുഴുക്കേടോ അല്ലെങ്കിൽ കീടങ്ങളുടെ ബാധയൊന്നും ഏൽക്കാതിരിക്കാൻ സാഫ് നല്ലതാണ്. ഏത് ചെടി നടുമ്പോഴും സാഫ് ഉണ്ടെങ്കിൽ അത് ചേർക്കണം. അതുപോലെ തന്നെ ഇത് തണലത്ത് വെക്കണം. ഇതൊന്ന് നന്നായിട്ട് ഉഷാറാവണം. വെയിൽ ഈ ചെടികൾക്ക് പാടില്ല. അപ്പോൾ ആ വെയിലിൻ്റെ കാര്യം എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പം നട്ടിട്ട ഒരു ചെടിയാട്ടോ ഇത്. ഒരു പ്രാവശ്യം ഫ്ലവറിങ് ഉണ്ടായതിന് ശേഷം ഞാൻ നന്നായിട്ട് അതിൻ്റെ കൊമ്പുകൾ ഹാർഡ് പ്രൂൺ ചെയ്തത് കണ്ടാലറിയാം. കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ശിഖരങ്ങളാണിത്. അപ്പോൾ പൂവുണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളത് അതിൻ്റെ കമ്പുകൾ വേറെ പറിച്ച് വേറെ ചട്ടികളിലേക്ക് നടുക. അപ്പോൾ അതിൻ്റെ ഓരോ കൂമ്പിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഇതുപോലെ കമ്പുകൾ വെട്ടിയതിന് ശേഷം ഇതേപോലെ വേറെ ശിഖരങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ചട്ടി നിറയെ ഇത് ബുഷിയായിട്ട് തന്നെ നിൽക്കും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെ കൂമ്പൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാകുമല്ലോ, ഗ്രീൻ കെയറോ അല്ലെങ്കിൽ മിറക്കിളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മിറക്കിള് അതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവറിങ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പ്രേ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ 19 നന്നായിട്ട് 19 ഇതാണ് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയും ചെയ്യാം. അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഈ 19 പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ്റെ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ കലവറയായിട്ട് നമ്മളിപ്പോൾ കടകളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് ഏറ്റവും അധികം ചെടികളെ സ്നേഹിക്കുന്നവർ കൊണ്ടുപോകുന്ന ഒരു വളമാണിത്.
അപ്പോൾ ഇത് ഫ്ലവറിങ്ങിനും നല്ല കരുത്തായിട്ട് വളരാനായിട്ട് ഈ 19-19 ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളം, ഇത് കഞ്ഞിവെള്ളം 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. ആ കഞ്ഞിവെള്ളത്തിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനില്ല, നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കുണ്ടല്ലോ അത് ഒരു പിടി, കുറേ ഇടരുത്. നമ്മളത് വെച്ച് നമ്മൾ ചീച്ച് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ല് പോലും ഒഴിവാകാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണ് നമുക്ക് ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാൻ ഒഴിവ് എന്ന് വെച്ചാൽ അത് വിചാരിക്കുന്ന ദിവസത്തിന് 2 ദിവസം മുമ്പ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ, നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് വയ്ക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ, നിങ്ങൾ കാണിച്ചു തരാനായിട്ട്. ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു പുളിക്കൽ പ്രക്രിയയാണ് നമുക്ക് ഈ ചെടികൾക്കിടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് കിട്ടുന്ന ഒരു രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാളൻ കപ്പലണ്ടി പിണ്ണാക്കും കൂടി ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തെളിയും കൂടി എടുക്കാം. ആ തെളി മാത്രമല്ല, നമ്മൾ ഒഴിക്കാൻ നേരത്ത് കുറേ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ 3 ദിവസത്തേക്ക് മാത്രമല്ല, 2 ദിവസം നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക് മൊത്തം എടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം, അത് മാത്രമല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ 19-19 ഉണ്ടല്ലോ, അത് 1 സ്പൂൺ, ഈ സ്പൂൺ വലിയതാണ്, ഒരു ബക്കറ്റിന് 1 സ്പൂൺ എന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ കഞ്ഞിവെള്ളത്തിൽ ഇതൊരു ബക്കറ്റിൽ 3/4 ബക്കറ്റ് വെള്ളമാണ് കഞ്ഞിവെള്ളമാണ് ഉള്ളത്. ഞാനിത് നിറച്ച് വെള്ളം എടുക്കും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊന്ന് ഇതിൻ്റെ രീതി ഒന്ന് കാണിച്ചു തരുന്നതാണ്. നിങ്ങളത് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് വെള്ളം കൂടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കലക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്, ഇന്നുണ്ടാവുന്ന കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു വാളൻ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് വയ്ക്കാം. നമ്മൾ കപ്പലണ്ടി കൊപ്ര എന്നൊക്കെ പറയും, അത് ഇട്ട് വയ്ക്കാം. അതിട്ട് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇളക്കി വെള്ളം ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ 19-19 1 സ്പൂണും കൂടി ആഡ് ചെയ്ത് നമ്മൾ എല്ലാ ചെടികൾക്കും, ഞാൻ ഈ ബിഗോണിയയും ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവാൻ കാരണം, ഈ ചെടികളിലെല്ലാം പൂക്കളുണ്ടാവാൻ കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ചെടികൾക്ക് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. ഫ്ലവറിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ 19-19 ചേർക്കണ്ട. പക്ഷേ നമ്മൾ ഈ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്നും നമ്മൾ കളയാനൊക്കെ ഉപയോഗിക്കും. ചിലരൊക്കെ ഇതിപ്പോൾ വളമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി, ഒന്നും കളയാതെ തന്നെ ഉപയോഗിച്ച് തുടങ്ങി. നമ്മുടെ ഈ കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം എല്ലാം ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ കലക്കി നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നിറച്ച് വെള്ളം ഒഴിക്കും ഞാൻ ബക്കറ്റിൽ. ആ വെള്ളം കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും ഏത് ചെടികൾക്കും കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ടിപ്സ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ബിഗോണിയ, ചൈനീസ് ബാൽസം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഉദിച്ചു വരുന്ന വെയിലത്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ ഉദിച്ചു വരുന്ന വെയിലത്ത് വെച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോകും. അതുപോലെ തന്നെ പൂക്കൾ കരിഞ്ഞോണായിരിക്കും നിൽക്കുക. ബിഗോണിയ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാത്തരം ബിഗോണിയയ്ക്കും മിതമായ ചൂടേ പാടുള്ളൂ. പാർഷ്യലി വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെക്കണം, എന്നാൽ തീരെ തണലത്തും വെക്കരുത്. നമുക്ക് എന്താ പറയുക, ഉദിച്ചു വരുന്ന വെയിൽ കിട്ടാതെ എന്നാൽ വെയിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്തുമായിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്കൊരു തണൽ പോലെയാണല്ലോ, അങ്ങനെ തണൽ കിട്ടുന്ന ഭാഗത്ത് വെക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ചേർക്കാൻ വിട്ടുപോയ ഒരു ഭാഗമാണ്. അതായത് ഇത് കണ്ടോ, നമ്മൾ ചെടിച്ചട്ടിയിൽ ഇതേപോലെയുള്ള ചെറിയ കമ്പുകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതളുകൾ വരും. നമ്മൾ ഓരോ ഇതളുകളും വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കളഞ്ഞാൽ മറ്റു ഇതളുകൾ വരും. അപ്പോൾ അതിനകത്തൊക്കെ പൂക്കളുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒത്തിരി ബുഷിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വളർത്തിയത് ഞാൻ അന്ന് വീഡിയോ ഇടാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാനാണ്. ഇതേപോലെ മനോഹരമായിട്ട് വരും. എൻ്റെ പൂകാവുന്നുള്ളൂ. എനിക്ക് അതിൻ്റെ ടിപ്സ് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓണം സീസണിൽ നിറച്ച് ചെടിച്ചട്ടികളിൽ നമുക്ക് ബന്ധിച്ചെടി ഉണ്ടായേനെ. ഞാനിതും ഇതുപോലെ ചെറിയ കമ്പ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമ്മൾ നട്ട് നോക്കിയതാണ്, ഒരു പരീക്ഷണം കണ്ടോ. പക്ഷേ ഇതിലും ദേ പൂക്കളായി. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചെടിച്ചട്ടിയിൽ അധികം വലിപ്പമൊന്നും പോവാതെ തന്നെ പൂണ്ടായി കിട്ടണമല്ലോ. അപ്പോൾ ഇതും നമുക്ക് പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിഗോണിയാസിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു. കെയറിങ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഇതേപോലെയുള്ള ചെടികൾ, നമ്മുടെ മഞ്ഞക്കോളാമ്പി, കൊങ്കിണി, അതുപോലെ ചെത്തി, ചെമ്പരത്തി, ഇതുപോലെയുള്ള നാടൻ ചെടികൾ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എപ്പോഴും പൂന്തോട്ടം കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇനി
അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടം അറിയിക്കുക. അതിൻ്റെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ.